So guys, next day ആണ് പിന്നെ നമ്മളിപ്പോൾ വേറെ സ്ഥലത്ത് വരെ കോസൂര് ബോട്ടിങ്ങിനും പിന്നെ കേബിൾ കാർ അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ട് അവിടെ. കോട്ടൂർ എന്ന് പറഞ്ഞൊരു പ്ലേസ്. ഇവിടെ നിന്ന് 2 മണിക്കൂർ നമ്മൾ സ്റ്റേ ചെയ്യേണ്ട. അവിടെ നിന്ന് 2 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോണേണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ. So guys, നമ്മളിപ്പോൾ ഈ സ്വെറ്റി സ്റ്റീഫൻസിൽ പിന്നെയും വന്ന് because we wanted to see and then so yeah, we came again to this beautiful place. So guys, നമ്മളിപ്പോൾ കേബിൾ കാസിൽ സ്ഥലത്തെത്തി. കുറേ ബ്ലോക്ക് ഉണ്ടായിരുന്നു. It took a bit time but finally we reached and then yeah, we're gonna go in. So guys, ഇവിടെ ഇപ്പോൾ കേബിൾ കാർ എത്തി. At first we thought it's gonna be really slow. It's not that scary. അത്രയും ഹൈറ്റും ഉണ്ടാവില്ലാന്ന്. That's what we thought. But it wasn't like that. But to be honest, this is a great experience. I really liked it, and it's definitely not like any other cable car. So yeah, it was very nice. ഇപ്പൊ തന്നെ ഹൈറ്റല്ലേ. എന്റെ പൊന്നോ, ഇത് നമ്മള് വിചാരിച്ചൊരു ലെവലുണ്ട്. ആ ലെവലൊന്നും അല്ലിട്ട് ഇത് കണ്ടോ. ഇത് നോക്കിക്കേ. എന്റെ പൊന്നോ, ഇത് ഒട്ടുക്കത്തെ വൈബാട്ടിത്. ഇത് മസ്റ്റ് ഓഫ്. ഇത് നമ്മള് വിചാരിച്ചൊരു സ്ഥലമല്ലേ ഇത്. എന്റെ പൊന്നോ, ഇത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തെന്നോ. ഇത് അങ്ങനെ നമ്മൾ കേബിൾ കാറിൽ കയറി. ഫണ്ടാസ്റ്റിക് എക്സ്പീരിയൻസ് ആണ്. ഫണ്ടാസ്റ്റിക്. കാര്യം എത്ര ഉയരം എന്ന് പറയുന്നത് നമുക്കത് ചിന്തിക്കുന്നതിലും അപ്പുറമാണ് അതിൻ്റെ ഹൈറ്റ്. കാര്യം ഒന്നുമില്ല അതിനെപ്പറ്റി പറയാൻ. നച്ചു വന്നേ, എങ്ങനെ ഉണ്ടായിരുന്നു? ഒരാളിരിക്കുന്ന നോക്കിക്ക് ആകെ ടെൻഷൻ അടിച്ച്. കാര്യം വേറെ ഒന്നുമില്ല, അത്രയും ഹൈറ്റാണ്. നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്ത്. ടിക്കറ്റ് €20 ആയി 2 പേർക്ക്. ഞാനും നച്ചു മാത്രം കയറണുള്ളൂ. പിന്നെ എന്താ പറയുക, നമുക്കിത് സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാം. അതുകൊണ്ടാണ് കയറുന്നത്. അല്ലെങ്കിൽ കയറൂല. കാര്യം ഭയങ്കര സ്പീഡാണ്. ആൽഫൈൻ കോസ്റ്റർ അത് നമുക്ക് സ്വന്തമായിട്ട് അത് മീൻസ് സ്പീഡ് കൺട്രോൾ ചെയ്യാം. അപ്പോൾ അത് കാരണമാണ് ഞാൻ എടുത്തത്. അല്ലെങ്കിൽ എടുക്കില്ല. അതിന് നല്ലൊരു എക്സ്പീരിയൻസ്. ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. ടോപ്പ് മലയിലായിരിക്കണം. ടോപ്പ്, ഏറ്റവും ടോപ്പ് ഫുള്ള് കോടയാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആവും. നച്ചു പറ. പിന്നെ ഞങ്ങൾ 2 പേരും കൂടി ഇതിൽ കയറാൻ വേണ്ടി പോകണതാണ്. ആൽഫൈൻ കോസ്റ്റർ സംഭവം ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഫണ്ടാസ്റ്റിക് എക്സ്പീരിയൻസ് ബഡി. വെരി ഗുഡ്, വെരി ഗുഡ്. അടിപൊളിയല്ലേ? സ്പീഡിലാണെങ്കിൽ നമ്മൾ ചത്തേനെ. ഇപ്പോൾ പൊക്കി പിടിച്ച വീഡിയോ. ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടാ, സത്യമായിട്ട്. ഓ മൈ ഗോഡ്, ഒന്നും കാണാൻ പറ്റില്ല. ഞങ്ങളിപ്പോ കേബിൾ കാറിലാണ്. ഒരു വയർ കണ്ടില്ലേ, പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല. കംപ്ലീറ്റ് കോട വന്ന് മൂടി. ഓ മൈ ഗോഡ്, ഒന്നുമില്ല കാണാൻ. നമ്മൾ പോയപ്പോൾ നമുക്ക് കംപ്ലീറ്റ് വ്യൂസ് ആണ് ഇവിടെ. ആ സൈഡിൽ ഈ സൈഡിലെല്ലാം കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ കംപ്ലീറ്റ് കോടയും ഇവിടെ. കാര്യം
അത്രയോ ഹൈറ്റാണ്. അത്രയോ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ കേബിൾ കാറിലൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ചുണ്ടാവുള്ളൂ. ഇത് കുറച്ചാൽ അത്രയും ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ഹൈറ്റ്. അതിൻ്റെ മുകളിൽ നമ്മളവിടെ ചെന്ന് നിന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ കംപ്ലീറ്റ് കോട വന്ന് മൂടി. ഇപ്പം ഫ്രണ്ടിലുള്ള വ്യൂ ഒന്നുമില്ല, സൈഡിൽ ഒരു ഇത്തിരി വ്യൂ ഉണ്ട്. ഉണ്ടോ കാണിച്ചു കൊടുത്തത്? ഒരു ഇത്തിരി ഉണ്ട് സൈഡിൽ വ്യൂ ഉണ്ടോ, പക്ഷെ അതും പോയിപ്പോൾ വ്യൂസേ ഇല്ല, ഒന്നുമില്ല, കംപ്ലീറ്റ് ഫോഗായി. ഇതിപ്പോൾ എങ്ങനെ പോകണേന്ന് മനസ്സിലാവുന്നില്ല. താഴെയായിട്ട് വന്നപ്പോൾ നമുക്ക് വ്യൂ ഉണ്ടായിരുന്നു അല്ലേ, അടിപൊളി വ്യൂ ആയിരുന്നു. ഇപ്പോൾ ആ വ്യൂവും പോയി. എനിവേ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ആരാണെങ്കിലും മോണ്ടിനെഗ്രോയിൽ വരുന്ന ഏത് ആളാണെങ്കിലും ഇത് മസ്റ്റ് വന്നു ഒന്ന് എൻജോയ് ചെയ്യണം. വേറൊരു എക്സ്പീരിയൻസ് ആണ് ഉറപ്പായിട്ടും. ഓഫ്, 2 എക്സ്പീരിയൻസ് ആയില്ലേ നച്ചു? പൊളി. Denk dat ze wat hier kan doen, of wat? Hier kan Das kann ich noch von der App. അപ്പുറമായി പിടി. Hallo. അങ്ങനെ നമ്മളിപ്പോൾ കോട്ടൂർ ബേയിലാണ്, ബോട്ടിങ്ങിന് പോകണതാണ്. 3 hours ബോട്ടിംഗ് ആണ്. ബ്ലൂ കേവ് അങ്ങനെ 2-3 സ്ഥലമുണ്ട്. അപ്പോൾ പെർ പേഴ്സൺ 40 euro ആണ്. അപ്പോൾ നച്ചുവിന് 20 euro ആണ് പറഞ്ഞത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണതാണ്. ഇവിടെ നിന്നാണ്. ഇവിടെ ഇഷ്ടമായ ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ നിന്നാണ് തുടങ്ങണമെന്നാണ് പറഞ്ഞത്. നച്ചുവൊക്കെയാണ് ഫ്രണ്ടിൽ പോണത്. നച്ചു ശില്പയും പിന്നെ ബോട്ടിൻ്റെ ആളും ആണ് പോണത്. So guys, I'm gonna put boating and on it to the blue cave and all. We are just gonna like wait and all since it's at 4:30 and I think it's like 4 or something. And yeah, look at this. Like I'm in the front of the view and cruise on it. They've been here for a while. Maybe like I've already been exploring like maybe I don't know. And then yeah, I'm excited. A bit scared of the water, but don't worry, we are gonna wear a life jacket, so I think it's gonna be fine. But yeah, like 3 hours ആയിരിക്കും. Like എല്ലാ പ്ലേസും ഇങ്ങനെ എന്തോ ഇങ്ങനത്തെ ഒരു സ്ഥലമുണ്ട് പേര് ഇങ്ങനെ ലേഡി ഓഫ് ദ ഹൗസ് എന്ത് സംതിങ് ഇതറിയുക. ലൈക്ക് എല്ലാ സ്ഥലത്തും എല്ലാ ബ്യൂട്ടിഫുൾ പ്ലേസസ് വിസിറ്റ് ചെയ്യാൻ ടോട്ടൽ 3 hours ആയിരിക്കും. പിന്നെ I'm excited. അതിമനോഹരമായ ഒരു ബോട്ടിങ്ങിലൂടെയാണ് നമ്മൾ പോണത്. ഇപ്പം നല്ല വൈബ്, നല്ല തണുപ്പ്. ഒരു സാധനത്തിൻ്റെ കുറവുണ്ട്, 2 അടിക്കണ്ടായിരുന്നു. അടിക്കാൻ പറ്റൂല, കാര്യം വണ്ടി ഓടിക്കണല്ലേ. അതൊഴിച്ചു വെച്ചാൽ വാവ്. So this was made by the Austro-Hungarian army about 250 years ago, and together with the fort on the left.
But on the edge there is another one. It's called Prevlaka. ממש פה, בכל הים הזה. ഞാൻ പറയട്ടെ എന്താണത്? יוצא לך לגמרי. അങ്ങനെ നമ്മൾ ബ്ലൂ കേവിലായിട്ട് എൻ്റർ ചെയ്യണേണ്ട. വാവ്, അങ്ങനെ നമ്മൾ ഇപ്പം നിൽക്കുന്നത് ബ്ലൂ കേവിൻ്റെ അകത്താണ്. വാവ്, ഫണ്ടാസ്റ്റിക്. സോ നമ്മൾ ഇപ്പം കയറി കേവിൻ്റെ കൂടെ ഉള്ളിൽ കയറി, പിന്നെ വേറെ ഒരു സ്ഥലത്തുകൂടി പുറത്തിറങ്ങി, പിന്നെ ഇങ്ങനത്തെ ഒരു വേറൊരു കേവ് ഉണ്ടായിരുന്നു, പിന്നെ അവിടെ കൂടി കയറിയിട്ട് പിന്നെ വേറെ സ്ഥലത്തുകൂടി ഇറങ്ങി. ഇയേഴ്സ് ബാക്ക് ഇങ്ങനത്തെ ഒരു എർത്ത് ക്വേക്സ് ഒക്കെ വരുമ്പോൾ ഈ കല്ലൊക്കെ എല്ലാം ഇങ്ങനെ പൊളിഞ്ഞു വീരും. ആൻഡ് ദെൻ ദാറ്റ്സ് ഹൗ വി ഗോട്ട് ദിസ് കേവ്. കയറിയപ്പോൾ ഇറ്റ്സ് നോട്ട് വാട്ട് വി എക്സ്പെക്റ്റഡ് ബിക്കോസ് the sun was behind the clouds, so അത്ര ബ്ലൂ ഫീലിംഗ് കിട്ടിയില്ല, but it was still a very nice experience. നമ്മളിപ്പോൾ എൻ്റർ ചെയ്യാൻ വേണ്ടി പോകുന്നത് സബ്മറൈൻ ടണൽ. ഇത് ഷിപ്സും കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ചൊരു ടണലാണെന്ന് പറയുന്നത്. We will go inside, make one round, and then after this we are going to Lady of the Rock. We will do a panoramic view. I will tell you about Lady of the Rock, and then after this we will stop in Canada. Okay? So you can see this was the mechanism to close. Of course it doesn't work anymore. And all of these tunnels, they have these doors on the side that were used because they are connected. So people will go from one tunnel to another. And also this is the only tunnel that can go from one of these smaller tunnels up to the top of the mountain. So this is the Lady of our Rock, and ഇത് man-made ആണ്. And the story behind this is ഇങ്ങനെ two brothers ഉണ്ടായിരുന്നു, and they were both fishermen. And then one day അവർ ഫിഷ് ചെയ്യുന്ന സമയത്ത് our mother married ഒരു സ്റ്റാച്ചു കിട്ടി. And then they decided to like put this in like ഈ പാരാസ്റ്റിൽ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ വെച്ചിട്ട് നെക്സ്റ്റ് ഡേ നോക്കിയപ്പോൾ കാണാനില്ല. പിന്നെ അവർ പിന്നെ ഫിഷിങ് ചെയ്തിട്ട് പിന്നെ അവർ സെയിം സ്ഥലത്ത് കണ്ടുപിടിച്ച്. ആൻഡ് ദെൻ ദേ ഡിസൈഡഡ് ടു ബിൽഡ് എ ചർച്ച് ദർ, ആൻഡ് ദിസ് ഇസ് സെയിൻറ്റ് ജോർജ്. അപ്പോൾ അവർ ലേഡി ഓഫ് ദ റോക്ക് മാൻ-മെയ്ഡാണ്, ബട്ട് സെയിൻറ്റ് ജോർജ് നാച്ചുറലാണ്. ആൻഡ് ദിസ് ഇസ് പാരാസ്റ്റ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സിറ്റി, ആൻഡ് ഇത് യുനെസ്കോ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് എ സ്മോൾ ക്യൂട്ട് ടൗൺ. And it has so many cute places and so many cats as usual, but it's still very nice. So നമ്മൾ ബോട്ടിങ് ആയതുകൊണ്ട് അവർ നമ്മളുടെ ഇങ്ങനെ എന്തോ 15 minutes അല്ല 25 minutes നമ്മൾക്ക് ഈ ടൗണിൽ നടക്കാനൊക്കെ സമയം തന്നെ. ആൻഡ് നമ്മൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, സിൻസ് ദിസ് വാസ് എ 3-hour boat ride. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്, നമ്മൾ കടയൊക്കെ നോക്കി. ദിസ് ഇസ് ദ ക്യാറ്റ് ഐ വാസ് ടോക്കിംഗ് അബൌട്ട്. കുറേ ക്യാറ്റ്സ് ഉണ്ടെന്ന്. I was saying നമ്മൾ ഫുഡിൻ്റെ സ്ഥലം നോക്കണമായിരുന്നു, സംതിങ് ടു ടേക്ക് അവേ. ആഫ്റ്റർ സെർച്ചിങ് we finally found a place that would like take away ചെയ്യുന്ന ഒരു സ്ഥലം, and the cake was really great. And yeah, so നമ്മൾ അത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ചു വന്ന് ആഫ്റ്റർ സീയിങ് സം ആ ടണലൊക്കെ കണ്ടിട്ട്. ആൻഡ് നമ്മളിപ്പോൾ കോട്ടൂരിൽ ഒരു ചെറിയൊരു ടൗൺ ഉണ്ട്. ആൻഡ് വി വർ സ്റ്റിൽ വെരി ഹംഗ്രി. സോ നമ്മളിങ്ങനത്തെ ഒരു ഷോപ്സൊക്കെ ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റൊക്കെ നോക്കണമായിരുന്നു. ദാറ്റ് സെർവ്സ് വെരി ഗുഡ് ഫുഡ്. ആൻഡ് വി വർ ഇങ്ങനെ നടന്ന് ഒന്നും കണ്ടുപിടിച്ചില്ല. അപ്പോൾ വി ആർ സീയിങ് മെനി ഗുഡ് പ്ലേസസ് ആൻഡ് ഓൾ. ആൻഡ് യാ, ആൻഡ് അഗെയിൻ ആഫ്റ്റർ searching we finally found a good place to eat.
So guys, ഇങ്ങനെ വളരെ അവസ്ഥയാണ്. സോ നമ്മൾ റിലാക്സ് ചെയ്തിട്ട് ഇങ്ങനെ സിറ്റി സെന്ററിൽ പോകാൻ പോകണം. നമുക്ക് ഷോപ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഓൾറെഡി ഇത് ഉച്ചക്കായി. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വെറുതെ റിലാക്സ് ആയിട്ട് സാധനങ്ങളൊക്കെ കണ്ട് പോകാൻ പറ്റും. നമ്മളിവിടെ സിറ്റി സെൻറ്ററിൽ വന്നതാണ്. നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സിറ്റി സെൻറ്റർ ഉണ്ട്. അവിടെ വന്നതാണ്. അവിടെ നല്ല ബീച്ചൊക്കെയാണ്. അവിടെ വന്നിട്ട് നമ്മൾ കാർ പാർക്ക് ചെയ്യണം. കാർ പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ അതിനൊരു ടിക്കറ്റ് എടുക്കണമല്ലോ എല്ലായിടത്തും. അതേമാതിരി ടിക്കറ്റ് എടുത്ത് കണ്ടില്ലേ, ഇത് തന്നെ ഓരോ അവറിന് ഓരോ ടിക്കറ്റാണ്. അതായത് ഒരു അവറിന് ഒരു ടിക്കറ്റ്, അടുത്ത അവറിന് ഒരു ടിക്കറ്റ്, അടുത്ത അവറിന് ഒരു ടിക്കറ്റ്. നമ്മൾ ഈ 3 ടിക്കറ്റും കാറിൻ്റെ മുകളിൽ ഡിസ്പ്ലേ ചെയ്യണം. അത് നമുക്ക് ഇവിടുത്തെ ലോക്കൽ ടൊബാക്കോ ഷോപ്പൊക്കെ ഉണ്ടല്ലോ, സിഗരറ്റ് മേടിക്കണം, അതിനെ പറഞ്ഞ ടൊബാക്കോ ഷോപ്പ് എന്നാണ്. അപ്പോൾ അങ്ങനത്തെ ഷോപ്പ് നമുക്ക് കിട്ടും. ഇത് നമ്മൾ 3ഉം ഇങ്ങനെ കാണുന്ന രീതിയിൽ വെക്കണം. ഇതുണ്ടോ, ഇതുണ്ടോ, ഇങ്ങനെ 3ഉം കാണുന്ന രീതിയിൽ. അടിപൊളി. ഇതുണ്ട്. ഇപ്പോൾ നമ്മൾ വെച്ച് കണ്ടോ, ഇപ്പം 3 മണി വരെ ഒരു 1 അവർ പാർക്കിംഗ് ഫീസ് 2 അവർ 3 അവർ സിറ്റി സെൻറ്ററിലോട്ട് പോകണേ. അതാണ് സിറ്റി സെൻറ്ററിൻ്റെ ഇത് കണ്ട. സിറ്റി സെൻറ്ററിലോട്ട് പോകണേ സൈഡിലുള്ള കടകളൊക്കെ കണ്ടില്ലേ. ഇതാണ് ടൊബാക്കോ ഷോപ്പ്. നമ്മളിപ്പോൾ ഇത് മേടിച്ചില്ലേ, എന്ത് കാർ പാർക്കിങ്ങിൻ്റെ ടിക്കറ്റ് മേടിച്ചില്ലേ, കടയാണ് കണ്ട്. ടൊബാക്കോ ഷോപ്പിൽ നിന്നാണ് മേടിച്ചുകൊണ്ട്. ഇതാണ് കട. അവർ കൈ കൊണ്ട് നമുക്ക് എഴുതി തരും, ഇവിടെ നിന്ന് ഇങ്ങനെ മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. സാധാരണ വലിയ ആഷ്പോഷൊന്നുമല്ല, എന്നാലും ഓക്കെ. ഇവിടെ ഒരു ബീച്ചുണ്ട്. മെയിനായിട്ട് ഇവിടെ വന്നൊരു ഷൂസ് മേടിക്കാനാണ്. എവിടെ ഇഷ്ടമുള്ളിടത്ത് വണ്ടി പാർക്ക് ചെയ്യാം, അങ്ങനെ ഒന്നുമില്ല. ഓവർടേക്ക് ചെയ്യാം, നോ പ്രോബ്ലം. ഒരു ഡോഗ് കിടക്കുന്നുണ്ട്, ഡോഗ്. ഇവിടെ നമ്മൾ ലോങ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പറയണത്, കുറേ പൂച്ചകളും പട്ടികളൊക്കെ റോട്ടിൽ ഇങ്ങനെ ചത്ത് കിടക്കുന്നുണ്ടാവും. കാര്യം അങ്ങനെ ആൾക്കാരുടെ എല്ലാം തോന്നുന്നുണ്ട്, സ്ട്രീറ്റ് ഡോഗാണെന്ന് തോന്നുന്നുണ്ട്. എന്താ ഷീഷ ബാർ. ഇത് നച്ചുവിൻ്റെ സ്പോട്ട്. നച്ചുവിൻ്റെ മേടിക്കുന്ന സാധനങ്ങളുടെ സ്ഥലം കണ്ട. കണ്ടപ്പോൾ തന്നെ ഓടിക്കാടി കയറിയുണ്ട് നച്ചു. ഹായ്.
പറ്റുന്ന രീതിയാണ്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഞാനൊരു ഫിഷ് ഫില്ലെ ഓർഡർ ചെയ്ത്, ശില്പ ഒരു ഗ്രിൽഡ് ചിക്കൻ ഓർഡർ ചെയ്ത്. അപ്പോൾ ഇതാണ് ഫിഷ് ഫില്ലെ. ഗ്രിൽഡ് ചിക്കൻ കണ്ട ശില്പാൻ്റെ. നച്ചുവിൻ്റെ ഒന്നും വന്നിട്ടില്ല. കാര്യം നച്ചു ഓർഡർ ചെയ്തേക്കണത് പാക്കത്തി വന്നിട്ടില്ല. നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്ന്, എൻ്റെ പേരാണ് HDL എന്നാണ് പേര്. ഇതല്ലേ, പിന്നെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സാധാരണ സൂപ്പർ മാർക്കറ്റ് പോലെ തന്നെ. നമ്മൾ ആദ്യമായിട്ട് കയറണല്ലേ മോണ്ടിനെഗ്രോയിൽ വന്നിട്ട്. ഇത് കണ്ടോ, മീറ്റൊക്കെ ഉണ്ടോ? ബുക്ക് വേണ്ട, കുഴപ്പമില്ല. What are you doing? വെറുതെ എല്ലാ സ്ഥലത്തും വിസിറ്റ് ചെയ്തില്ലേ, and I wanted to write something about it. I wanted to make this as a motivational group of all the experiences that I had here, and I wanted to keep a memory of it. So first ഞാനിപ്പോൾ ബ്ലൂ ക്യൂവിനെ പറ്റി ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഹവർ ലേഡി ഓഫ് ദ ഡോഗ്സിനെ പറ്റി ചെയ്താൽ മതി. അപ്പോൾ എന്നൊരു ഫ്രീ ഡേ ആയതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് വന്നിട്ട് പിന്നെ നമ്മൾ മൂവിയൊക്കെ ഉണ്ട്. It was very, a chillax moment and all. And then tomorrow we're going to go to Albania. Wait, watch this. Watch this. എന്താ പൊളി. So guys, today's the last day. Not the last day actually, we're leaving today. And then only for 6:35 and no, I can get back. We had to woke up very early. And then I'm going to go out to the airport. We're going to the downtown. See you there.
yeah, it was a very long, only 2 hours, but it was very long for me. So thank you for watching, guys, and I really hope you enjoyed. Bye.